അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ റമളാൻ മാസം നമ്മളോട് വിട പറയുകയാണ്. അവസാനത്തെ 10 ഒറ്റയിട്ട രാവ് എന്ന് പറയപ്പെടുന്ന 29ാമത്തെ രാവും നമ്മളോട് വിട പറഞ്ഞു. 29ാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ നമുക്ക് ഈദുൽ ഫിത്തർ ആഘോഷിക്കാം. ഇപ്പോൾ ഉസ്താദ് ഇവിടെ ഉണ്ട്. ഉസ്താദിനോട് ചില കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ റമളാൻ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷവ്വാലിലേക്ക് പിറക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്തിനെ കുറിച്ച് ഉസ്താദ് ഒന്ന് വിശദീകരിച്ച് തരണം. ഇൻഷാ അല്ലാഹ് എന്താണ് ഫിത്ർ സക്കാത്ത്, ആർക്കാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളത്, എന്താണ് ഫിത്ർ സക്കാത്തിൻ്റെ രൂപം, അത് എപ്പോഴാണ് കൊടുക്കേണ്ടതെന്നൊന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ച് തരണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ വഫ. അമ്മാ ബഅദ്. ഫിത്ർ സക്കാത്ത് വിശുദ്ധമായ റമളാൻ അവസാനിക്കലോടുകൂടെ ഷവ്വാലിൻ്റെ ചന്ദ്രപ്പിറവി കാണലോടുകൂടെ നിർബന്ധമാകുന്ന ഒരു അമലാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിലെ സക്കാത്തിൽ അതിപ്രധാനമാണ് സക്കാത്തുൽ മാല്, സക്കാത്തുൽ ഫിത്ർ. ഫിത്ർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റമളാൻ മാസത്തിലെ നോമ്പ് ഒരു വൃതാനുഷ്ഠാനം അതങ്ങോട്ട് തീരുന്നതോട് കൂടെ അയാളുടെ ദേഹം ശുദ്ധിയാക്കുന്ന ഒരു ശുദ്ധീകരണ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഫിത്ർ സക്കാത്ത് കൊണ്ട് നടക്കുന്നത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ തൂഖദു മിൻ അഗ്നിയാഇഹിം വ തുറദ്ദു ഇലാ ഫുഖറാഇഹിം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ സമ്പന്നരായ ആളുകളിൽ നിന്ന് ആ സക്കാത്ത് അവർ അത് സ്വീകരിച്ച് പാവങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം രാജ്യത്തുനിന്ന് ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന വളരെ അഭിവാജ്യ ഘടകമാണെന്ത് സക്കാത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ അതിപ്രധാനമാണ് സക്കാത്ത്. ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടത് 5 കാര്യത്തിൻ്റെ മേലാണ്. അതിലൊന്ന് സത്യസാക്ഷ്യം, ഷഹാദത്ത് കലിമയാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, വിശ്വസിക്കലാണ്. രണ്ടാമത്തേത് വസ്സലാത്തുൽ മക്തൂബ, 5 വക്ത് നിസ്കാരം. വതുഅത്തിയ സക്ക, മൂന്നാമത്തേത് സക്കാത്ത് അവകാശികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊരിക്കലും ഔദാര്യമല്ല, ഒരു സമ്പന്നൻ്റെ ഔദാര്യമല്ല, പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഫിത്ർ സക്കാത്തിൻ്റെ മാലുള്ളവരെ തേടിയിട്ട് നിർബന്ധമായിട്ട് അവരോട് നിർബന്ധിച്ച് ഫിത്ർ സക്കാത്ത് വാങ്ങാറുണ്ടായിരുന്നു എന്നുള്ള ഹദീസുകൾ ഉണ്ടല്ലോ അല്ലേ? അത് ശരിയല്ലേ? നിർബന്ധമായിട്ട് കാലത്ത് അത് ഖിലാഫത്താണ്. ഭരണ കർത്താക്കൾക്ക് അതിന് ആമിലിങ്ങളെ വക്കീലന്മാരൊക്കെ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, ഇത് എത്തിച്ചു കൊടുക്കുന്ന സിസ്റ്റം ഉണ്ട്. ധനികരിൽ നിന്നത് വാങ്ങിയിട്ട് അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സിസ്റ്റം ഭരണകൂടത്തിനുണ്ട്. പക്ഷേ ഫിത്ർ സക്കാത്ത് അങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് നടന്നിട്ടില്ല. സക്കാത്തിന്റെ സിസ്റ്റം അങ്ങനെ ഉണ്ടായി. യമനിലേക്ക് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഗവർണറായി പറഞ്ഞയച്ചതും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സമ്പന്നരിൽ നിന്ന് ധനം സ്വീകരിച്ചിട്ട് അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തതും അവസാനം 2 പേര് തുല്യരായി. അതായത് സമ്പന്നരും ദരിദ്രരും ഒരുപോലെ സക്കാത്ത് കിട്ടിയപ്പോൾ പിന്നെ അവിടെ സക്കാത്ത് വാങ്ങാൻ അർഹരായ ആളുകൾ ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. അതൊക്കെ ആ രാജ്യത്തിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള നടത്തിപ്പാണ്. ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ആവലോടുകൂടെ, അതായത് ഷവ്വാൽ ചന്ദ്രപ്പിറവി കാണലോടുകൂടെ നിർബന്ധമാകുന്ന ഒരു പ്രവർത്തനമാണെന്ത് ഫിത്ർ സക്കാത്ത്. അത് വലിയ ഒരു സമ്പന്നരായ ആളുകളാണ് ഇത് കൊടുക്കേണ്ടത്, വലിയ മുതലും ആസ്തിയൊക്കെ ഉള്ള ആളാണ് കൊടുക്കേണ്ടതെന്ന് സമൂഹത്തിൻ്റെ തെറ്റായ ധാരണ ഉണ്ട്. ഇതെല്ലാവർക്കും ഒരു പെട്ടിക്കട നടത്തുന്ന ആൾ വരെയും എന്ത് ചെയ്യേണ്ടി വരും, ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടി വരും. സാധാരണ സക്കാത്തിൻ്റെ പോലെയല്ല ഫിത്ർ സക്കാത്ത്. കാരണം അതിൻ്റെ ഇത് വരുന്നത്, നിർബന്ധം വരുന്നത് എപ്പോഴാണ്? പെരുന്നാളിൻ്റെ രാവും അതിൻ്റെ പകലും തനിക്കും തൻ്റെ ആശ്രിതർ, ഭാര്യ, കുടുംബം, മാതാപിതാക്കൾ, കുട്ടികളൊക്കെ ഉള്ള ഒരു ഫാമിലി, ആ ഫാമിലിക്ക് അന്നത്തെ രാത്രി, ഏത് പെരുന്നാളിൻ്റെ രാത്രി അതിൻ്റെ പകലിലുള്ള ഭക്ഷണം, പാർപ്പിടം, ചികിത്സ, കടം, അവധിയെത്തിയ കടം, കൊടുക്കാൻ നിർബന്ധമായി എത്തി നിൽക്കുന്ന കടം, അതിൽ നിന്ന് വല്ലതും മിച്ചമുണ്ടെങ്കിൽ, അപ്പോൾ ഒരൊറ്റ രാത്രിയുടെ കാര്യം പറഞ്ഞു, ഒറ്റ രാത്രി ഒരു പകലിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ ഇവിടെ പെട്ടിക്കട നടത്തുന്ന ആൾക്കും പെരുന്നാളിൻ്റെ രാവും പകലൊക്കെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ലാത്ത ഒരാൾക്കാരുണ്ടാവില്ല. ഉണ്ടാവും, എന്നാലും ഉണ്ടാവും, ദരിദ്രരുണ്ടാവും, നല്ല കടം കൊണ്ട് വലഞ്ഞ ആളുകൾ. നമ്മുടെ വീടിന്റെ പരിസരത്തുള്ളവർ
അവർ ദരിദ്രരാണോ അല്ലെങ്കിൽ സ്വത്തുള്ളവരാണോ എന്ന് നമുക്കറിയില്ല. കാരണം അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഈ സക്കാത്ത് കൊടുത്താൽ അർഹതപ്പെടുമോ, ഈ ഫിത്ർ സക്കാത്ത് അവർക്ക് കൊടുക്കാൻ പറ്റുമോ? കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച മാതിരി അവർ ചിലപ്പോൾ നല്ല സമ്പന്നരായിരിക്കും, എന്നാലും നമ്മളെ കടമ തീർക്കാൻ വേണ്ടിയിട്ട്, ഇത് ഫിത്ർ സക്കാത്താണല്ലോ, അപ്പോൾ അങ്ങനെ കടമ തീർക്കാൻ വേണ്ടി സ്വന്തം വീടിൻ്റെ അയൽവക്കത്തോ അല്ലെങ്കിൽ കുടുംബക്കാർക്കോ കൊടുത്തിട്ട് ആ കടമ തീർത്താൽ അത് വീടുമോ? അതല്ല, സക്കാത്തായാലും നമ്മൾ സാധാരണ സ്വതക്ക അതുപോലെ ഹദിയകൾ നമ്മൾ വീട്ടിലെത്തുന്ന പലഹാരങ്ങളൊക്കെ അയൽവക്കത്ത് എത്തിച്ചു കൊടുക്കണ പോലെയല്ല ഇത് അയൽവക്കത്തുള്ളവരായാലും കുടുംബക്കത്തുള്ളവരായാലും അർഹരാണോ എന്നുള്ളതാണ്. സക്കാത്തിന് അർഹരായ ആളുകൾക്കാണ് ഇത് എത്തിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മളെ കടമ എന്താകുകയുള്ളൂ, വീടുകയുള്ളൂ. ഇപ്പോൾ സക്കാത്തിൻ്റെ അവകാശികൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ഗാരിമീൻ വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫത്തു ഖുലൂബുഹും വഫി റിഖാബി വഫി സബീലില്ലാഹി വബിൻ സബീൽ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ 8 അവകാശികളെ പറയുന്നു. ആ 8 അവകാശികളിൽ ഇന്ന് നമ്മളെ നാട്ടിൽ നിലനിൽക്കുന്നത് 5 വിഭാഗം. ഇപ്പോൾ പിന്നെ മുഅല്ലഫത്തുൽ ഖുലൂബുണ്ട്, പുതുമുസ്ലിങ്ങളുണ്ട്, അതുപോലെ കടം കൊണ്ട് വലഞ്ഞ ആളുകളുണ്ട്, ദരിദ്രരുണ്ട്, മിസ്കീന്മാരുണ്ട്, അതുപോലെ തന്നെ പിന്നെ നമ്മളെ കടം കൊണ്ട് വലഞ്ഞ ആളുകൾ 5 ആളുകളുണ്ട്. അതിൽ ഒഴിവുള്ളപ്പം വഫീ സബീലില്ല, അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ ഇപ്പല്ല. അതേപോലെ പിന്നെ ആമിലീൻ അലേഹ എന്ന് പറഞ്ഞാൽ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെന്റ് ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്മാർ, അത് നമ്മളെ ഈ നാട്ടിലില്ല. ഇസ്ലാമിക ഭരണ ഉള്ള സ്ഥലത്ത് ഭരണപ്രദേശത്ത് ഉള്ള ഒരു സിസ്റ്റമാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ആളുകൾ, അതാണ് വഫിർ റിഖാബ് എന്ന് പറഞ്ഞത്. അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വതന്ത്രരായ ആളുകളാണ് ആര്, ഈ പറയുന്ന ആൾ. അപ്പോൾ ഈ 3 വിഭാഗം ഇവിടെ അല്ല. പിന്നെ ഇവിടെ ഉള്ളതാരാണ്? ഫക്കീർ, മിസ്കീന്, കടം കൊണ്ട് വലഞ്ഞ ആളുകൾ, യാത്രക്കാർ, മുഅല്ലഫത്തുൽ ഖുലൂബ് എന്നാൽ പുതു മുസ്ലിം. അപ്പോൾ അവരെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് വിനിമയം ചെയ്യണം, അവർക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഫിത്ർ സക്കാത്ത് നിർബന്ധമായി കഴിഞ്ഞാൽ അത് പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിൻ്റെ മുമ്പ് അത് കൊടുത്തു വീട്ടണം. അതാണ് ഉത്തമം. പെരുന്നാൾ നിസ്കാരം വിട്ട് പിന്തിക്കുക എന്നുള്ളത് കറാഹത്താണ്. പെരുന്നാളിൻ്റെ ദിവസം, ആ ദിവസം ആണല്ലോ പെരുന്നാളിൻ്റെ ദിവസം, ആ ദിവസം വിട്ട് പിന്തിക്കലോ ഹറാമുമാണ്. എന്നാൽ അവകാശികൾ എത്തിയില്ല, അവകാശികൾ എത്തുന്നവരെ വെയിറ്റ് ചെയ്യാണ്, എങ്കിൽ ഹറാമ് പോകും. അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആളെ വെയിറ്റ് ചെയ്യാണ്, എങ്കിൽ ആ ഹറാമെന്നില്ല. ഒരു ദിവസം നമ്മൾ വൈകിക്കാനുള്ള കാരണം അതാണ്, അർഹരായ ആളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആ ആളെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വൈകിക്കാം, അല്ലെങ്കിൽ പെരുന്നാൾ ദിവസവുമായി വിട്ട് ബന്ധിക്കൽ ഹറാമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു സംശയം, വളരെ പ്രധാനപ്പെട്ട സംശയമാണ്. നമ്മുടെ പരിസരത്ത് അങ്ങനെയുള്ള ദരിദ്രവാസികളോ അല്ലെങ്കിൽ ഈ പറയുന്ന 5 വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതിയല്ലോ. അപ്പോൾ ഈ 5 വിഭാഗത്തിൽപ്പെട്ട ആരും ഇല്ല എങ്കിൽ അർഹരായ ആളുകൾ എവിടെയുള്ള അവർക്ക് എത്തിച്ചു കൊടുക്കുക. എന്നാൽ അങ്ങനെ ഇല്ല എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരു മിസ്കീൻ എന്ന് പറഞ്ഞാൽ, ഫക്കീർ പോട്ടെ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അയാൾക്ക് ഒരു 10 ഉറുപ്പ്യൻ്റെ കിട്ടേണ്ട കൊടുത്ത് അയാൾക്ക് 9 ഉറുപ്പ്യ കിട്ടുള്ളൂ, അല്ലെ 9.50 കിട്ടും. 100 ഉറുപ്പ്യ ആവശ്യമുണ്ട് അടുത്തോ അയാൾക്ക് എത്രയേ ഉള്ളൂ? 90 ഉറുപ്പ്യ, 95 ഉറുപ്പ്യ ഉള്ളൂ. അയാൾ മിസ്കീനാണ്. അയാൾക്ക് അന്നത്തെ ജീവിതത്തിന് അങ്ങോട്ട് കഷ്ടിച്ചാട് എത്രയേ ഉള്ളൂ, തികയുന്നില്ല. അപ്പോൾ ഈ ഫിത്ർ സക്കാത്ത് അയാൾക്ക് കൊടുത്താൽ വീടുമെന്ന്? വീടും. പിന്നെ അപ്പോൾ ഈ ഫിത്ർ സക്കാത്ത് പിന്നെ ഇതിപ്പോൾ പിന്നെ സക്കാത്തിലേക്ക് അടക്കാം. നമ്മൾ ഫിത്ർ സക്കാത്ത് കഴിഞ്ഞ് സക്കാത്തിലേക്ക് അടക്കാം. നമ്മൾ ഒരു വർഷത്തിൽ 60,000 ഉറുപ്പ്യൻ്റെ സ്വത്ത്, അതായത് 500 ഗ്രാം വെള്ളി എന്നാണ് പറയുന്നത്. 595 ഗ്രാം വെള്ളി. ഇപ്പോഴത്തെ ഇന്ത്യൻ മണി ഇത് 60,000 ഉറുപ്പ്യ നമ്മൾ വധിച്ചപ്പോൾ 60,000 ഉറുപ്പ്യ ഉണ്ടാവും. ഈ 60,000 ഉറുപ്പ്യ നമ്മൾ ഉണ്ടെങ്കിൽ ഒരു വർഷം അത് സൂക്ഷിച്ചാൽ കൊടുക്കണം എന്നാണ് അല്ലേ? അത് കൊടുക്കണം. അത് നമ്മൾ ഈ റമളാൻ മാസത്തിലേക്ക് വെക്കുന്നത് എന്താണ് അതിന്റെ ഉദ്ദേശം? റമളാൻ മാസത്തേക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ റമളാന് ഒരു സദക്ക ചെയ്യുകയാണെങ്കിൽ അതിന് ഇരട്ടി പ്രതിഫലമുള്ള ഒരു മാസമാണ്. ഒരു സുന്നത്തിന് ഒരു ഫർളിന്റെ കൂലിയ, ഒരു ഫർളിന് ഒരു 70 ഫർളിന്റെ കൂലിയ. അത് റമളാൻ മാസത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഒരു വർഷം തികയുന്നത്, ഇപ്പോൾ ഉദാഹരണം നമ്മൾ ആടുമാട് ഒട്ടകം എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനൊക്കെ അതിൻ്റെ എണ്ണം തികയലാണ്. ധാന്യങ്ങൾ അതിൻ്റെ അളവൊക്കലാണ്. അതേപോലെ ഈ സ്വർണത്തിനും അതേ നിസാബ് കണക്കാകലാണ്. ഇപ്പോൾ പിന്നെ 10.5 പവൻ, പിന്നെ അതേപോലെ വെള്ളിയാണ് 595 ഗ്രാം. നമ്മുടെ നാട്ടിൽ 85 ഗ്രാം എന്ന് പറഞ്ഞാൽ സ്വർണം എത്രയാണ്?
10.5 പവൻ. ആ 10.5 പവൻ സ്വർണം ഒരാൾ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ 2.5% പാവപ്പെട്ടവന്റെ അവകാശമാണ്. അപ്പൊ അത് റമദാൻ കണക്കാക്കണ്ട. അത് എന്നാണോ അവിടെ സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങിയത് ഒരു കൊല്ലമായി കഴിഞ്ഞാൽ അതിന്റെ 2.5% പാവപ്പെട്ടവന് കൊടുക്കണം. പിന്നെ റമദാനിലേക്ക് പലരും വെക്കുക എന്ന് പറയുന്നത് എന്താണ്? റമദാനിന്റെ മഹാത്മ്യവും പുണ്യവും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് റമദാൻ നോക്കി കൊടുക്കേണ്ടതല്ല സക്കാത്ത്. പക്ഷെ ഫിത്ർ സക്കാത്ത് എന്താണ്? പെരുന്നാൾ അർപ്പിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ റമദാനിൽ തന്നെ തുടങ്ങാം. പക്ഷേ ആ സമയത്ത് പിന്നെ വാങ്ങുന്നവനും കൊടുക്കുന്നവനും അതിനർഹനായ ആളായിരിക്കണം എന്നുള്ളതാണ്, ഇത് അവസാനിക്കുന്നത് വരെ. പിന്നെ ഫിത്ർ സക്കാത്ത് നമ്മളെ നാട്ടിൽ കൊടുക്കുന്ന പലരും പല രീതിയിലുള്ള സിസ്റ്റങ്ങൾ. അതെന്താണ്? ചിലർ പൈസ കൊടുക്കും. പിന്നെ അങ്ങനെ കൊടുക്കാൻ പറ്റുമല്ലോ? അതൊരു സംശയമാണ്. പൈസ കൊടുക്കാൻ പറ്റുമല്ലോ? കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ധാന്യങ്ങൾ, അരിയും ഗോതമ്പ് അങ്ങനത്തെ ധാന്യങ്ങൾ ഇല്ലാത്തൊരു വീടുണ്ടാവില്ല. പിന്നെ അതേമാതിരി തന്നെ എല്ലാ വീടുകളിൽ നോക്കിയാലും പല ഭാഗത്തു നിന്നും ഫിത്റക്കാത്ത് എത്തിക്കൊണ്ട് അരിയും അതുപോലെ ധാന്യങ്ങൾ എത്തുന്നു. പക്ഷേ അവൻ്റെ ഏറ്റവും ആവശ്യമുള്ളത് പൈസയാണ്. അപ്പോൾ ഈ ധാന്യത്തിൽ അതേ വിലക്ക് നമ്മൾ പൈസ കൊടുത്താൽ ആ ഫിത്ർ സക്കാത്തിൽ കടം വീടുമോ? അതൊരു വല്ലാത്ത ചോദ്യമാണ്, പല ആൾക്കാരിൽ നിന്ന് വരുന്നൊരു ചോദ്യം. അതെ, ഇസ്ലാം ശരീഅത്താണ്. ശരീഅത്ത് നിയമങ്ങൾ, അള്ളാഹു റസൂലും പഠിപ്പിച്ച നിയമങ്ങളാണ്. ആ നിയമങ്ങൾക്ക് നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റില്ല. നമ്മൾ ഓരോ കാലത്തിനനുസരിച്ച് ചെരുപ്പിനൊപ്പിച്ച് കാലുറിക്കാറില്ല. അപ്പോൾ കാലത്തിനൊപ്പിച്ച് നമ്മൾ നീങ്ങുമ്പോൾ പല വിഷയങ്ങളും വരാനുണ്ട്. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് എന്തല്ല? യുക്തിയെ അധിഷ്ഠിതമാക്കിയിട്ടാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിയമങ്ങളാണ്. അപ്പോൾ ആ നിയമങ്ങളനുസരിച്ച് നീങ്ങുമ്പോൾ അള്ളാഹു റസൂൽ എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ പറഞ്ഞത് ഫിത്ർ സക്കാത്ത് ഖൂത്തുൽ ബലദ്, അതാത് നാട്ടിലെ ഭക്ഷ്യസാധനം. ഇപ്പോൾ ഗോതമ്പ് ഉപയോഗിക്കുന്ന അത് നാട്ടിലെ മുഖ്യ ആഹാരമായി ഉപയോഗിക്കുന്ന നാട്ടിൽ ഗോതമ്പ്, ബാർലി മുഖ്യ ആഹാരമായി ഉപയോഗിക്കുന്നിടത്ത് ബാർലി. നമ്മളെ അരി ആണ് നമ്മളെ നാട്ടിലെ അരി കൊടുക്കണം. ആ അരി കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം അത് അവകാശികളെ നോക്കി അവർ അരിക്ക് ആവശ്യമുള്ള ആളുകളുണ്ടാവും. പൈസ തന്നെ ആയിക്കോണമെന്നില്ല, അരിൻ്റെ ആവശ്യമുണ്ട്. അവർ ഭക്ഷണം കഴിക്കുന്നതല്ലേ. ആ അരിയിൽ ഏറ്റവും നല്ല മുന്തിയ പൊയ്ക്കുത്തുകളില്ലാത്ത അരി കൊടുക്കുക. അതും പിന്നെ 3200 മില്ലി ലിറ്റർ. പിന്നെ അതാണ് നമ്മളതിൻ്റെ, അത് അളവാണ്, അതല്ലാതെ തൂക്കമല്ല. അങ്ങനെ വരുമ്പോൾ തൂക്കാവുമ്പോൾ നമ്മുടെ നാട്ടിൽ 2400, 2.5 ഉരി എന്നൊക്കെ നമ്മൾ പറഞ്ഞു വരും. 2.5 ഉരിയും ഏകദേശം ഒരു കുഴപ്പമില്ലാത്ത പല തൂക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ തൂക്കമല്ല ഇതിലവലം, പിന്നെന്താണ്? അളവാണ്. അതിനിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ അളവ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക അളവ് എന്ന് പറഞ്ഞാൽ സ്വാ ആണ്. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. 4 മുദ്ദാണ് ഒരു സ്വാ എന്ന് പറഞ്ഞാൽ. അപ്പൊ 3200 മില്ലി ലിറ്റർ ഇതാണ് നമ്മൾ അളവായിട്ട് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പൊ അരി കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അരി വെച്ച് നോക്കുമ്പോൾ ഒരു 2.5 ഉരിയും ഒരു 2600, 2700 ഒക്കെ കൊടുത്താൽ അത് നല്ല അരി കൊടുക്കുക. അപ്പോൾ എന്നാൽ ഇതുകൊണ്ട് ഒരുപാട് സന്തോഷം ഈ സക്കാത്ത് കൊണ്ട് ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ ഒരുപാട് സന്തോഷം ഓരോ കുടുംബത്തിനുണ്ടാവും. സമ്പന്നരായ ആളുകൾ, അവർക്ക് സമ്പത്ത് അള്ളാഹു കൊടുത്തതാണ്. പിന്നെ ഖുർആൻ പറഞ്ഞു ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഖിറുഹും എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിക രാജ്യമായിട്ട് ചേർത്തിട്ടാണ് ഈ ആയത്ത് കൊണ്ടുവരേണ്ടത്. അതായത് സമ്പന്നരിൽ നിന്ന് അത് പിടിച്ചെടുത്തിട്ട് പാവങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ നമ്മളെ നാട്ടിലെ സിസ്റ്റം എന്താണ്? സക്കാത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? അത് കൂട്ടായിട്ട് കൊടുക്കണോ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയായിട്ട് പിരിച്ചിട്ട് അങ്ങനെ കൊടുക്കുകയാണോ, അതെല്ലാം വൈയക്തികമാണോ? അത് ഒരു ചർച്ചയാണ്. എന്തായാലും സംബന്ധമായിട്ടൊന്നും പറയാനുണ്ടോ? അത് പറയാണ്ട്. കാരണം ഇന്ന് പിന്നെ പല പ്രസംഗങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് സക്കാത്തുകൾ പിന്നെ കൊടുക്കാൻ സോമാലിയയിൽ, നൈജീരിയ പോലുള്ള സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചുകൊണ്ട് പല ഉസ്താദുമാരുടെയും വോയിസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ സംഘടിപ്പിച്ചുകൊണ്ട് സക്കാത്തിൻ്റെ മുതൽ വളരെ കഷ്ടപ്പെട്ട നാടുകളാണ് ഇപ്പോൾ സോമാലിയ, നൈജീരിയ, ഇപ്പോൾ ഈ പിന്നെ ഫലസ്തീൻ പോലത്തെ നാടുകളിൽ. അവിടെ വളരെ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഇത് എത്തിച്ചു കൊടുത്താൽ അത് ഒരു വ്യക്തികളിലേക്കല്ലല്ലോ, അത് സംഘടനയാണ് ഉണ്ടാകുക, ഒരു കമ്മിറ്റിയാണ് ഉണ്ടാകുക. ആ കമ്മിറ്റിനെ അത് ഏൽപ്പിച്ച് ആ അർഹതായ അവർക്ക് എത്തിക്കുമെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അത് അവരെ എത്തിക്കുമെന്ന് നമുക്ക് ബോധ്യമുള്ള ഒരു കമ്മിറ്റിയാണ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സക്കാത്തിൻ്റെ കടം നമ്മൾ വീടില്ലേ. അങ്ങനെ എത്തിച്ചു കൊടുക്കുക, അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സംഗതിയാണ്. പക്ഷേ നമ്മളെ പരിസരത്ത്, നമ്മുടെ നാട്ടിൽ തന്നെ എന്തുണ്ട്? അർഹരായ ആളുകളിലുണ്ടെങ്കിൽ സക്കാത്തിൻ്റെ മുതലുകൾ പുറത്തേക്ക് നീക്കം ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ അർഹരായ ആളുകളില്ലെങ്കിലോ
നീക്കം ചെയ്യുകയും ചെയ്യുക. അതാണ് സോമാലിയ, നൈജീരിയ, ഫലസ്തീൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് സക്കാത്ത് തന്നെ ആക്കിയോളണം എന്നില്ല, അതും ചിന്തിക്കേണ്ടതല്ലേ. റിലീഫ് സെല്ലുകളുണ്ട് നാട്ടിൽ. സദക്ക എന്ന് പറയുന്ന സിസ്റ്റം ഇസ്ലാമിലുണ്ട്. അത് സുന്നത്താണല്ലോ. അതുള്ളവനും ഇല്ലാത്തവനും പാവപ്പെട്ടവനും എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ ഈ സദക്ക എന്ന് പറയുമ്പോൾ പിന്നെ ഉലഹിയത്തിൻ്റെ മാംസം അത് വേവിച്ച്, പിന്നെ അക്കീക്കയുടെ മാംസം വേവിച്ച് കൊടുക്കലാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അത് ആർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ? മുസ്ലിങ്ങൾക്ക്. അതെന്താ കാരണം? അത് ഇസ്ലാമിക ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ് അക്കീക്കയും ഉലഹിയത്തും ഒക്കെ. അപ്പോൾ അത് അവർക്ക് കൊടുക്കണതിന് കുഴപ്പമില്ല. പക്ഷെ അവർക്ക് നമ്മൾ തൊട്ടയൽക്കത്തുള്ള അയൽവാസികൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യണം, അവർക്ക് മാംസം കൊടുക്കണം. അത് കൊടുക്കാൻ വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 കിലോനോ 2 കിലോനോ വാങ്ങിയിട്ട് അവർക്ക് ഹദിയയാക്കി സദക്കയാക്കി കൊടുക്കുക എന്നതുപോലെ വലിയ വലിയ സന്നദ്ധ സംഘടനകളും ഒക്കെ ഉള്ള നാട്ടിൽ ഒരു റിലീഫ് സെല്ലുണ്ടാക്കിയിട്ട് ഈ പാവപ്പെട്ട രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പണങ്ങൾ അയക്കാം. ഇപ്പോൾ സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? അതിപ്പോൾ സക്കാത്തിൻ്റെ മുതൽ പിരിച്ചെടുത്തോന്ന് ചെയ്തോളണമെന്നുണ്ടോ? സക്കാത്ത് വീടണമെങ്കിൽ എന്ത് വേണം? അത് അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ആ നിർബന്ധമായ ആ ധനികൻ എന്ത് ചെയ്യണം? അയാൾ നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇനി അത് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മുടെ നാട്ടിലെ സിസ്റ്റം, നമ്മുടെ നാട്ടിലെ എന്നാൽ ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു സംഘം ഉണ്ടല്ലോ. അതിനെ കുറിച്ച് എന്താ ചോദിക്കാണ്ടോ? റിലീഫ് സംഘം അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില സംഘടനകൾ വന്നിട്ടുണ്ട്. സംഘടിത സക്കാത്ത്, പിന്നെ ബൈത്തുൽ മാലിനെ കുറിച്ച് ഒരു വിഷയമുണ്ട്. കാരണം ഇപ്പൊ ഈ ബൈത്തുൽ മാലി എന്ന് പറഞ്ഞുകൊണ്ട് മറുവിഭാഗം, അതായത് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള പുതു ആശയക്കാർ വന്നിട്ട് അവരൊരു പുതിയ സംവിധാനം സക്കാത്തിനെ കൂടി, അതായത് മുഴുവൻ അവരുടെ ബൈത്തുൽ മാലിലേക്ക്, അതായത് അവരുടെ കമ്മിറ്റിയിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട്, അത് ഫിത്ർ സക്കാത്താണെങ്കിലും അത് പ്രത്യേകമൊന്നുമില്ല. എന്നിട്ട് അവർ ബോർഡ് എഴുതി വെക്കുകയാണ്, സക്കാത്ത് ഒരാൾക്ക് ഇത്ര രൂപ നിങ്ങൾ ബൈത്തുൽ മാലിലേക്ക് കെട്ടുക എന്ന് പറഞ്ഞിട്ട് അവർ ഒരു വക്കീലിനെ ഏൽപ്പിച്ചു. അവർ പറയുന്നു ഞങ്ങളൊരു വക്കീലിനെ ഏൽപ്പിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് അവിടെ എത്തിക്കും. ഫിത്ർ സക്കാത്താണെങ്കിലും മറ്റേ സക്കാത്താണെങ്കിലും രണ്ടും ഒരേ മാതിരി കൊണ്ടുപോയിട്ട് ഈ ബൈത്തുൽ മാലിനെ ഏൽപ്പിച്ച് അത് വിതരണം ചെയ്യുന്നതിൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അവർ ചെയ്യുന്ന വിധി എന്താണ്? ഈ അടുത്ത് ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു പ്രസിദ്ധീകരണം, ഒരു ലേഖനം കിട്ടി. ആ ലേഖനത്തിൽ പറയുന്നത് റസൂലുള്ളാഹിന്റെ കാലത്ത് നീതികേട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നീതികേട് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിലേക്ക് പോലും അതിന്റെ ലമീർ മടങ്ങും. ഇവരെ എഴുതി വിട്ടത് എന്താണ്? റസൂലുള്ളാഹിന്റെ കാലത്ത് സക്കാത്ത് വിതരണത്തിന്റെ കാര്യത്തിൽ എന്ത് നടന്നിട്ടുണ്ട്? നീതികേട് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ സിസ്റ്റം വന്നത്. ഏത്? ഓരോ രാജ്യത്ത് അവിടെ ആ രാജ്യത്ത് ഭരണകൂടം അല്ലെങ്കിൽ നാട്ടിലെ ഈ വ്യക്തികൾ നേരിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വക്കീലിനെ ഏൽപ്പിക്കുക. അതാണ് നമ്മളെ സിസ്റ്റം. നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ എന്താ? നമ്മളെ മദ്ഹബ് എന്താ പറയുന്നത് ഈ വിഷയത്തിൽ? അതല്ലേ നോക്കണം, യുക്തിക്കല്ലല്ലോ പ്രാധാന്യം. അപ്പോൾ അവിടെ നമ്മളെ മദ്ഹബിൻ്റെ ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചത് എന്താ? സക്കാത്തിൻ്റെ വിതരണ വിനിമയ രീതി എന്താണ്? അത് ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഭരണകൂടം ഏറ്റെടുക്കും. അതല്ലാത്ത ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ ഇസ്ലാമിക ഭരണകൂടമല്ല. അപ്പോൾ അത് വ്യക്തികൾ എന്ത് ചെയ്യുക? നേരിട്ട് അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അയാൾക്ക് സാധിക്കാതെ അയാൾ വക്കീൽ മുഖേന ചുമതലപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. അതല്ലാത്തത് ഇസ്ലാമിക വിരുദ്ധമാണ്. പറഞ്ഞുതരാം. ഒരു സംഗതി മാത്രമല്ല നശിപ്പിച്ചത്, ഇസ്ലാമിലെ ആരാധനകൾ പലതും ഇവർ നശിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ ബാങ്കിൻ്റെ ടൈം, അതിലൊക്കെ ഇവർ കണക്കിന് അവലംബമാക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നോമ്പ് വരെ നോമ്പ് ഫസാദാക്കുന്ന വെച്ചാൽ നോമ്പ് ഫസാദാക്കുക എന്ന് പറഞ്ഞാൽ നോമ്പ് ബാങ്ക് നേരത്തെ കൊടുക്കും തുറക്കുന്ന സമയത്ത്. സുബഹിക്കുള്ള ബാങ്ക് അത് നേരം വൈകി കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നോമ്പ് നോക്കുന്ന ആളുകൾക്കും തുറക്കുന്ന ആളുകൾക്കും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ നോമ്പിൻ്റെ ആ മഹത്വത്തെ അവർ നഷ്ടപ്പെടുത്തുന്നു. നിസ്കാരം ഈ സ്ത്രീകൾക്കും മറ്റുമൊക്കെ ജുമാ ജമാഅത്ത് അനുവദിക്കലോടുകൂടെ അത് നഷ്ടപ്പെടുത്തുന്നു. പള്ളികൾ തുറക്കുവിൻ, പള്ളിവാതിലുകൾ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് സക്കാത്തിന്റെ വിഷയത്തിൽ എന്ത് സംഭവിച്ചു? നീതികേട് സംഭവിച്ചു. ഇത് പറഞ്ഞ ആളുകൾ അനുയായികളാണ് ഇവർ. റസൂലുള്ള ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുന്ന സമയത്ത് അവിടെ ഒരാൾ എണീറ്റ് എന്നൊരു ചോദ്യം ചോദിച്ചു റസൂലുള്ളാഹിന്റെ മുമ്പ്. യാ മുഹമ്മദെ, നീതി പുലർത്തുക എന്ന്. ലോകത്ത് നീതിയുടെ പര്യായമായ അഷ്റഫുൽ ഖൽഖിനോടാണ് ഇയാൾ ചോദിക്കുന്നത് എന്ത്? നീതി പുലർത്തണമെന്ന്. ആരാ ചോദിച്ചത്? അയാളുടെ പേരാണ് ദുൽ ഖുവൈസിറത്തു തമീമി. അയാളുടെ പരമ്പരയിലുള്ള ആളുകൾ പിൽക്കാലത്തുണ്ടാവും. അവർ യുക്തി ചിന്തയായിട്ട് കടന്നു വരും. ആ ആളുകളാണ് ഇവരെന്ന് കൂട്ടിയാൽ മതി. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയുള്ള ചില ആളുകൾ ബൈത്തു സക്കാത്ത്, അങ്ങനെ ഒരു സക്കാത്ത് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് പള്ളി അത് കമ്മിറ്റി ഏൽപ്പിക്കും. മഹലിലുള്ള
ആളുകളുടെ സെൻസസ് എടുക്കുക. അതിൽ സമ്പന്നന്മാർ ഇത്ര, ദരിദ്രർ ഇത്ര, കണക്കെടുക്കണതിന് കുഴപ്പമില്ല, സെൻസസ് എടുത്തോട്ടെ. ഇപ്പോൾ ചില റിലീഫുകളൊക്കെ ഉണ്ടാകുമ്പോൾ എത്തിച്ചു കൊടുത്തോട്ടെ. അതേസമയത്ത് സക്കാത്ത് ഒരു നാട്ടിലെ മുതലാളിമാരെടുത്ത് പോയിട്ട് അയാളെടുത്ത് നിന്ന് പിരിച്ച് കൊണ്ടുവന്ന് കമ്മിറ്റിയിൽ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ സക്കാത്തിൻ്റെ മുതലുകളൊക്കെ കമ്മിറ്റീനായിട്ട് കൊണ്ടുവന്ന് ഏൽപ്പിച്ചോളി എന്ന് പറഞ്ഞ് ഇവിടെ ബുക്കിലെറ്റ് ആക്കുക. എന്നിട്ട് ഒരാളുടേത് 50,000, വേറൊരാളുടേത് 1 കോടി, അല്ലെങ്കിൽ മറ്റൊരാളുടെ 25,000. ഇങ്ങനെ സക്കാത്ത് കറക്റ്റ് പിരിച്ച് കൊണ്ടുവന്നിട്ട് ഇത് കുറച്ച് പള്ളി കമ്മിറ്റിക്ക്, കുറച്ച് മദ്രസ കമ്മിറ്റിക്ക്, കുറച്ച് പാർട്ടി ഓഫീസ്, സംഘടനാ പ്രവർത്തനം, കുറച്ച് മറ്റു രാജ്യങ്ങളിൽ ഇസ്ലാമിക ദാവത്ത് നടത്താൻ, മറ്റു ഇതിലെ ചില പ്രസിദ്ധീകരണങ്ങൾക്ക്, ഇങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടി പാർട്ടി ഓഫീസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി പാർട്ടി ഫണ്ടായിട്ട് പിരിച്ചെടുക്കേണ്ട ഒന്നാണോ സക്കാത്ത്? അങ്ങനെ ആകുമ്പോൾ അർഹരിലേക്ക് എത്തുമോ? ഇപ്പോൾ പള്ളിയിൽ കൊണ്ടുപോയി പള്ളി കമ്മിറ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ അർഹരായ ആളുകളിലേക്ക് എത്തിക്കോളണമെന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് അവർ ചെലവഴിക്കുന്ന സംഘടനയ്ക്ക് വരെ പോകുന്നുണ്ട്. അപ്പോൾ സക്കാത്ത് അവകാശികൾക്ക് എത്താത്ത ഒരു കാര്യം ഇസ്ലാമിക വിരുദ്ധമാണ്. ഇന്ത്യ പോലത്തെ രാജ്യത്ത്, ഇങ്ങനത്തെ ഇസ്ലാമിക ഭരണമില്ലാത്ത രാജ്യത്ത് അതിന് യാതൊരു പ്രസക്തിയും ഇല്ല. അത് ഇസ്ലാമിക വിരുദ്ധമാണ്. മറ്റൊരു വിഷയം ഇവിടെ ഉത്ഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ഈ ബൈത്തുൽ സക്കാത്ത് എന്ന് പറഞ്ഞ പിരിവൊക്കെ എടുക്കുന്നുണ്ടല്ലോ, ഈ സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതൊരു കമ്മിറ്റിയെ ഏൽപ്പിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഉദാഹരണം, നമ്മളെ പള്ളി കമ്മിറ്റി, ഇപ്പോൾ അതാത് മഹല്ലിലെ പള്ളി കമ്മിറ്റി ഹില്ലു അഖദിൻ്റെ ആളുകളാണ്. അവർക്ക് ചില പരിധികളുണ്ട്. ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ നിയമവും കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. ആ മഹല്ലത്തിൻ്റെ വഖഫ് തന്നെ ഇന്ന് വഖഫ് ബോർഡാണ്, ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് വഖഫ് സ്വത്തുക്കൾ. അതേപോലെ തന്നെ പള്ളിയുടെ ഇമാറത്ത്, അതിൻ്റെ പരിപാലനം, അവിടെ ഉസ്താദുമാരെ വെക്കുക, അവിടെ മുഅദ്ദിനീങ്ങളെ വെക്കുക, അവിടെ ശമ്പളം കൊടുക്കുക, അവിടെ കറണ്ട് മെയിൻ്റനൻസ് വർക്കുകൾ, ഇതൊക്കെയാണ് ആരുടെ ഡ്യൂട്ടി? പള്ളി കമ്മിറ്റി. പിന്നെ മഹല്ലിലെ കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് അവരെ സഹായിക്കുക എന്നുള്ളതൊക്കെ റിലീഫ് സെല്ലിലൂടെ, അത് സക്കാത്ത് സെല്ലിലൂടെ അല്ല. സക്കാത്ത് സെല്ല് രൂപീകരിച്ച് അവരിത് സ്വീകരിച്ച് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇസ്ലാമിലെ നിർബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളുമായ പല സംഗതികളുണ്ട്. അതിനൊക്കെ ഇവർ ആക്ഷൻ എടുക്കേണ്ടി വരും. ഉദാഹരണം, ഒരു കള്ളുകൂടി ഇപ്പം വ്യാപകമായ കാലമാണ് അല്ലേ, മദ്യപാനം. ലഹരിയുടെ അഡിക്റ്റുകളാണ് യുവാക്കളും യുവതികളും പലരും. ഈ ലഹരിയുടെ അഡിക്റ്റുകളായി ഇവരെ ഒരു കള്ളുകൂടിയെ റോട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നു. എം ഡി എം എ ഉപയോഗിക്കുന്നു അറിയുന്ന ഒരാളെ, ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പള്ളി കമ്മിറ്റിക്ക് അയാൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റും. അയാളെ ജനസമൂഹത്തിൽ വെച്ചുകൊണ്ട് 4 അടി അടിക്കാൻ പറ്റും. ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്ന ആളെ കൊല്ലുക എന്നുള്ള സിസ്റ്റം, അൽ ഖത്ലു ബിൽ ഖത്ൽ. ഇപ്പോൾ ത്വായിഫിലൊക്കെ, നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയാൽ അവിടെ മസ്ജിദുൽ ഖിസാസ് ഉണ്ട്. പള്ളി പരിസരത്തേക്ക് ആളുകളെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഈ പ്രതികളെ ജനസമക്ഷം, ജനങ്ങളെ മുമ്പിൽ വെച്ചിട്ട് ആരാച്ചാർ വന്നിട്ട് അങ്ങനെയുള്ള സിസ്റ്റമൊക്കെ ഇസ്ലാമിക രാജ്യത്തുണ്ട്. ആർക്കാണ്? കൊലക്ക് കൊല, കട്ടോൻ്റെ കൈ മുറിക്കുക, അതേപോലെ കള്ളുടിക്കുന്ന ആൾക്ക് അതിനുള്ള ശിക്ഷ, വ്യഭിചാരിക്ക് ഹദ്. അത് ഇവിടുത്തെ ചെറുവാടിയാണല്ലോ. ഇപ്പോൾ നമ്മൾ ഇവിടെ ചെറുവാടി പള്ളി കമ്മിറ്റിക്ക് അത് ചെയ്യാൻ പറ്റുമോ? ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പറയുന്ന ബൈത്തുൽ സക്കാത്ത് കൊണ്ടുവന്ന ആളുകൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് പോവോ? അങ്ങനെ പോയാൽ വിവരം അറിയും. അത് ഇവിടെ നിയമവും പോലീസും സംവിധാനവും ഉണ്ട്, കോടതിയുണ്ട്. നമ്മൾ നിയമം കയ്യിലെടുത്താൽ പള്ളി കമ്മിറ്റി കൂട്ടിലാവും. അപ്പം നമുക്ക് പണി കിട്ടും. അപ്പം നമ്മൾ ആ ഒരു സിസ്റ്റത്തിലല്ല ഇത്. നമ്മൾ ഇസ്ലാമിക രാജ്യമാണെങ്കിലാണ് ഈ ആമിലീന അലൈഹ എന്ന് പറഞ്ഞല്ലോ, ഏത് സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, അവരെ വെച്ചിട്ട് സക്കാത്ത് പിരിച്ചു കൊണ്ടുവരലും അത് വിനിമയം ചെയ്യലും. ഇവിടുത്തെ വിനിമയ മാർഗം വ്യക്തികൾ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആൾ. പിന്നെ മറ്റൊരു സംഗതി എന്താ വെച്ചാൽ, ഇപ്പോൾ സക്കാത്ത് കൊടുക്കപ്പെടുന്നില്ല. പല ധനികന്മാരും സക്കാത്ത് പൂഴ്ത്തി വെക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാന കാലാവുമ്പോൾ എന്താവും, സക്കാത്ത് കൊടുക്കാതെ അത് പൂഴ്ത്തി വെക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതൊക്കെ നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ബോധവൽക്കരണം നടത്തി സക്കാത്ത് അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം തന്നെ ഉണ്ടാക്കിയെടുക്കുക. എന്നാൽ സമ്പൂർണ്ണമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാവും. ഇങ്ങനെ എല്ലാ മുതലാളിമാരും സക്കാത്ത് കൊടുക്കാനും അർഹരായ അവർക്ക് എത്തിച്ചു കൊടുത്താൽ ദരിദ്രർ എന്നുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാവും, പാടെ എടുത്തു കളയും. ദരിദ്രരുണ്ടാവില്ല. ഇന്ന് പല ഭാഗത്തും ദരിദ്രർ കൂടി വരാൻ കാരണം അർഹതപ്പെട്ട ആൾക്കാർക്ക് അർഹതപ്പെട്ട സാധനം എത്തിച്ചു കൊടുക്കില്ല. ഇനിയിപ്പോ പെരുന്നാൾ കടന്നു വരികയാണ്. നാളെ സൗദിയിൽ പെരുന്നാൾ ആയതുകൊണ്ട് നാളെ എന്തായാലും പെരുന്നാളാവാനാണ് സാധ്യത. അങ്ങനെ ഉണ്ടായത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാസപ്പിറവി അവലംബമാക്കുന്ന ആളുകളാണ്. ഇന്ന ഉമ്മത്തുൻ ഉമ്മിയത്തുൻ ലാ നക്തുബു വലാ നസ്സു. നമ്മൾ നിരക്ഷര സമൂഹമാണ്, എഴുത്തും വായനയും അറിയാത്തവരാണെന്ന് റസൂലുള്ളാഹി അന്ന് പറഞ്ഞത്. അപ്പോൾ കണക്ക് നോക്കി തീരുമാനിക്കുന്ന
ആളുകളല്ല, കണക്ക് നോക്കി തീരുമാനിക്കുന്ന ആളുകളല്ല. നമ്മൾ അവിടെ അവലംബാക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി. നിങ്ങൾ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് നോൽക്കുക, മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ റമളാൻ പിറവി കാണണം, അതേപോലെ ശവ്വാൽ പിറവി കാണണതിനാണ് ഇവിടെ പിന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പോലും പ്രാധാന്യം നൽകി. ഈ റമളാനിൽ നമ്മൾ മാസപ്പിറവി സാധാരണക്കാർ വരെ കണ്ടൊരവസ്ഥയാണ് നമുക്ക് കണ്ടത്. അപ്പം മറ്റുള്ള ഇതര വിഭാഗങ്ങൾ പുത്തൻ വണ്ടക്ക പോലെ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പ് അവരൊരു നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ ഷാഫി മദ്ഹബ് നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മൾ കാണാൻ കാത്തു നിന്നു. പക്ഷെ അവർ കണ്ടു, അവർ നോമ്പ് അനുഷ്ഠിച്ചു. അവർക്ക് 30 തികഞ്ഞിട്ടുണ്ട് നോമ്പ്. നമുക്ക് 29 കിട്ടിയിട്ടുണ്ട്. നാളെ പെരുന്നാൾ ആയാലും കേട്ടോ 29 കിട്ടുള്ളൂ. നമ്മൾ പെരുന്നാൾ ആക്കണ്ട, പോയി മാംസമൊക്കെ വാങ്ങി പെരുന്നാൾ ആക്കാൻ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ആക്കണ്ട. നമ്മൾ മാസപ്പിറവി കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കും. മാസപ്പിറവി കണ്ടാൽ പിന്നെ അവിടെ ഒരു വിഷയം ഇസ്ലാമിക് റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഫൈൻ ഉമ്മ അലൈക്കും, നിങ്ങളെ മേലിൽ മാസം കാണാൻ പറ്റാത്തൊരു സാഹചര്യം. അതെന്താണ്? അത് കണക്കല്ല, നിങ്ങൾക്ക് ശാസ്ത്രം പറയാണ് ഇന്ന് എന്തില്ല, കാണൂല. എന്താണ്? മേഘാവൃതമാണ്. ഫൈൻ ഉമ്മ അലൈക്കും, മാസപ്പിറവി കാണാതെ മേഘം മറയിട്ട് കഴിഞ്ഞാൽ, കാണാതെ ആയി കഴിഞ്ഞാൽ അപ്പൊ ഷാബാൻ 30 ആക്കിയിട്ട് പൂർത്തിയാക്കിയിട്ട് പിന്നെ റമളാൻ 1 തുടങ്ങുക. അതേപോലെ റമളാൻ 30 പൂർത്തിയാക്കിയിട്ട് ഷവ്വാൽ 1 തുടങ്ങുക. അപ്പം മാസപ്പിറവി ഒരു നിലക്കും കാണൂല എന്ന സാഹചര്യം വരികയാണെങ്കിൽ, അല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മളെ മേഘത്തിന്റെ ഒരു അവസ്ഥയില്ല, കാലാവസ്ഥ ഒക്കെ ഒരുവിധം കാണുമെന്നുള്ള അവസ്ഥയിൽ. നിങ്ങൾ നേരത്തെ ചോദിച്ച ഒരു സംശയം എന്താ വെച്ചാല്, മാസപ്പിറവി നമുക്ക് 30 നോമ്പ് കിട്ടും, ചിലർക്ക് 30 കിട്ടുന്നുണ്ട്, നമുക്ക് 30. പിന്നെ മാസപ്പിറവി വണ്ടക്ക പോലെ തുടക്കത്തിൽ കണ്ടു. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, ലോകം അവസാനിക്കാൻ എടുക്കുമ്പോൾ മാസപ്പിറവിയുടെ വിഷയത്തിൽ ഇഖ്തിലാഫ്, അഭിപ്രായ ഭിന്നത ഉണ്ടാവും എന്ന് പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞത് വളരെ കൃത്യമാണ്. റമളാൻ 1 രാവ് നിങ്ങൾ എല്ലാവരും വണ്ടക്ക പോലെ കാണും. പക്ഷെ കാണുമ്പോൾ ചിലർ പറയും, എന്തൊരു നല്ല കാഴ്ച, ഒരു മറയില്ലാതെ നല്ല കണ്ടീഷൻ, സാധാരണക്കാരൻ പോലും കണ്ടു എന്ന് മാധ്യമങ്ങളിൽ സാക്ഷ്യപ്പെടുത്തിയ കാര്യം. അപ്പൊ അങ്ങനത്തെ ഒരു കാലം വരുന്നു റസൂലുള്ള പണ്ടേ പ്രവചിച്ചിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞ എന്താ വെച്ചോ, അന്നത്തെ ആളുകൾ പറയുമെന്ത്, മാസപ്പിറവി ഒന്നാണോ രണ്ടാണോ എന്ന് സംശയിക്കും. എന്നിട്ട് അതിന്റെ അവസാനിക്കുന്ന സമയത്തും ശവ്വാല് നമുക്കേതായാലും ഒന്ന് പോയിണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ മാസപ്പിറവിയുടെ വിഷയത്തിൽ 1 2 3 രാവ് എന്നറിയാത്ത രീതിയിൽ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ഒരു കാലം വരുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അത് ഈ പ്രാവശ്യത്തെ റമളാൻ 1 പിന്നെ സാധ്യമായി എന്ന് പറയണം. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ഇതിന്റെ അവസാനത്തിലെ എൻഡിലേക്ക് പോവാം. ചർച്ച നമ്മൾ എൻഡിലേക്ക് പോവാം. കാരണം ഇഫ്താറിന്റെ സമയമായി. അതോടുകൂടെ ഒരു പക്ഷേ ഇന്നത്തെ ഈ ഒരു രാത്രി ഈ അസ്തമയത്തോടുകൂടെ പിറവി കണ്ടു കഴിഞ്ഞാൽ റമളാൻ അവസാനിക്കും. അങ്ങനെ അവസാനിക്കുന്നത് നമുക്ക് ഒരിക്കലും ആഗ്രഹമില്ല. റമളാന് ഇനിയും ദിവസങ്ങൾ കിട്ടണമെന്നാണ് പ്രയാസത്തോടും കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നിപ്പോ പിന്നെ ഒരു പക്ഷേ സൂര്യൻ ചന്ദ്രപ്പിറവി കണ്ടിട്ടില്ലെങ്കിൽ, പെരുന്നാൾ ആയിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് നാളെ ഒരു റമളാൻ, ഒരു നോമ്പ്, രാത്രി തറാവീഹ് കിട്ടും, അല്ലെങ്കിൽ തറാവീഹ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പിറവി കണ്ടു കഴിഞ്ഞാൽ തക്ബീറിലേക്ക് പോകും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം വരെ, ചെറിയ പെരുന്നാളാണെങ്കിൽ ഏറ്റവും മുസ്ലിം ലോകത്തിന്റെ 2 പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് ഇത്, ഈദുൽ ഫിത്തർ. ഇൻഷാല്ലാ ഈദുൽ ഫിത്തർ നാളെ, ഒരുപക്ഷെ നാളെ ആയിരിക്കും, അല്ല മറ്റന്നാളായിരിക്കും. അപ്പൊ അത് സംബന്ധമായി എന്ന് ചോദിക്കാം. ഈദുൽ ഫിത്തർ നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞാൽ നമസ്കാര സമയം ഏകദേശം പല സ്ഥലത്തും പല രീതിയിലാണ് നടക്കുന്നത്. 7 നടക്കുന്ന പള്ളിയുണ്ട്, പിന്നെ 8 മണിക്ക് നടക്കുന്ന പള്ളിയുണ്ട്. അതുപോലെ ചിലവർ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട് നിസ്കരിക്കാൻ. എന്താണ് അതിന്റെ ഒരു ലക്ഷ്യം? ഈദ്ഗാഹ് എന്ന് നമ്മളൊക്കെ നമസ്കാരങ്ങളും അള്ളാഹുവിനോടുള്ള ഇബാദത്തുകളൊക്കെ പള്ളി ഉണ്ടാകും, കുശു ഉണ്ടാവില്ലേ അവിടെ. പിന്നെ ഈദ്ഗാഹിനെ കൊണ്ട് അവർ ലക്ഷ്യമാക്കുന്നത് അതാണ്. അതൊരു വലിയ ഒരു ചോദ്യമായി എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അതൊരു ഷോ ആണ്. അവരൊക്കെ ലക്ഷ്യം എന്താ വെച്ചാൽ ഒരു കുറെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മൈതാനത്ത് ഒരുമിച്ച് കൂട്ടി അവിടെ നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ച് അത് ഫോട്ടോയിലെടുത്ത് അത് പബ്ലിഷ് ചെയ്ത് അതിലൊക്കെ എന്തുണ്ടെന്ന് വെച്ചാൽ ഒരു പിന്നെ ഫ്ലെക്സിബിൾ എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ ഒരു ഷെൽഫി, അതൊക്കെ അതിലുണ്ട്. അതേ സമയത്ത് ഈദ്ഗാഹ് പറ്റൂല എന്നുള്ളതാണ്.
ഈദ്ഗാഹ് നമ്മളെ മദ്ഹബില് ഷാഫി മദ്ഹബൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ പള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും ഉചിതം പ്രാർത്ഥനയ്ക്ക് പള്ളിയാണ്. കാരണം മസ്ജിദ് എന്തിനുള്ളതാണ്? ആ പള്ളി ഒഴിവാക്കിയിട്ട് അന്നത്തെ ദിവസം എല്ലാവരും ഗ്രൗണ്ട് പോകുക. പള്ളിയിൽ അവിടെ പള്ളി കാലിയാവുകയാണ്, അതാണ് പ്രശ്നം. ആ സമയം പള്ളി കിടക്കുകയാണ്. മസ്ജിദുഹും മിനൽ ഉബ്ബാദി ഖാലി, റസൂലുള്ളാഹി പറഞ്ഞതാണ്. പള്ളികൾ വിശ്വാസികളെ തൊട്ട് ഖാലിയാവുക, വലിയ അപകടമാണ്. അപ്പൊ ഇവര് ഇതൊക്കെ ഷോ ഉണ്ടാക്കാമാണ് ഇന്നത്തെ കാലത്ത്. റസൂലുള്ളാഹിന്റെ കാലത്ത് മസ്ജിദുൻ നബവി ചെറുതായപ്പോൾ റസൂലുള്ളാഹി 2 നിസ്കാരത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം പിന്നെ ഇസ്തിസ്കാ, സലാത്തുൽ ഇസ്തിസ്കാ. ഞാനിപ്പോൾ നമ്മളൊക്കെ ഉംറ യാത്രയിൽ മദീനയിലെത്തുമ്പോൾ ആ പള്ളി കാണിച്ചു കൊടുക്കും. മസ്ജിദുൽ ഗമാമ, മേഘം തണലിട്ട മേഘാവൃതമായി മഴ പെട്ടെന്ന് പെയ്ത റസൂലുള്ള മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ച ഒരു പള്ളിയുണ്ട്. ഇന്നിപ്പോൾ അവിടെ മസ്ജിദുൽ ഗമാമ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ സ്ഥലത്ത് റസൂലുള്ള ആളുകൾ ഒരുമിച്ച് കൂട്ടി മദീനത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത നിസ്കാരമാണ് സലാത്തുൽ ഇസ്തിസ്കാ. അതേപോലെ ഈ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ കാലത്തും പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും എന്ത് നടന്നിട്ടുണ്ട്? സലാത്തുൽ ഈദൈനി നടന്നിട്ടുണ്ട്. ഇന്നിപ്പോ അവിടെ മസ്ജിദ് അബൂബക്കർ ഉണ്ട്. പക്ഷെ ആ സലാത്തുൽ ഈദൈനി മൈതാനി നടന്നിട്ടുണ്ട്. എപ്പോഴാണ്? മദീനത്തെ പള്ളിയിൽ സൗകര്യമില്ല. അപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ പള്ളികൾ ഇഷ്ടംമാതിരിയാണ്, പള്ളികൾ എയർ കണ്ടീഷൻ. എന്നിട്ട് നമ്മൾ എന്തിന് ഗ്രൗണ്ടിലേക്ക്? നമ്മളെ മദ്ഹബില് അത് വലിയൊരു ഗുരുതരമായ തെറ്റായിട്ട് പറയല്ല, പക്ഷെ നമ്മളെ ഷാഫി മദ്ഹബ് അതുകൊണ്ടാണ് നമ്മൾ അവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത്. പിന്നെ പള്ളി ഉണ്ടായിരിക്കെ ഏറ്റവും ഉചിതം പള്ളിയാണ്. പള്ളി ഇല്ലെങ്കിലാണ് മൈതാനത്തേക്ക് പോകേണ്ടതുള്ളൂ. നമുക്ക് ഇതിന്റെ എൻഡിലേക്ക് പോവാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ പെരുന്നാളാവുകയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും ആശംസകൾ. റഹ്മ